ഇനി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്യാൻസലേഷനെ പറ്റിയിട്ടാണ് പറയാനുള്ളത്. നിങ്ങൾ ഒരിക്കലും ക്യാൻസൽ ചെയ്യാൻ പാടില്ല. ക്യാൻസലേഷൻ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 തരത്തിലാണ് ക്യാൻസലേഷൻ ഉള്ളത്. 1 റെസ്റ്റോറൻറ്റ് സൈഡ്, 2 കസ്റ്റമർ സൈഡ്, 3 റൈഡർ ഡ്രിവൺ ക്യാൻസലേഷൻ RDC. ഇത് 3ആണ് ഉള്ളത്. ഫസ്റ്റ് റെസ്റ്റോറൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഐറ്റം നോട്ട് അവൈലബിൾ അല്ല, റെസ്റ്റോറൻറ്റ് ക്ലോസ്ഡ് ആയിട്ടുണ്ടാകുന്ന സംഭവം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമ്പോഴാണ് റെസ്റ്റോറൻറ്റ് സൈഡിൽ നിന്നുള്ള ക്യാൻസലേഷൻ ഉണ്ടാവുക. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ സൈഡിൽ നിന്നുള്ള ക്യാൻസലേഷൻ. കസ്റ്റമർ ഫോൺ വിളിച്ചിട്ട് എടുക്കാതിരിക്കുക, അല്ലെങ്കിൽ കസ്റ്റമർ റോങ് ലൊക്കേഷൻ തരിക, അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളാകുമ്പോഴാണ് കസ്റ്റമർ സൈഡിൽ നിന്നുള്ള ക്യാൻസലേഷൻ വരിക. മൂന്നാമത്തെ കാര്യം നമ്മൾ ഡെലിവറി പാർട്ട്നേഴ്സിൻ്റെ സൈഡിലുള്ള ക്യാൻസലേഷനാണ്. അത് ഒന്നിക്കിൽ നിങ്ങൾ ഡിലേ ആക്കി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ക്യാൻസലേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ആപ്ലിക്കേഷനിൽ ഡെലിവറി മാർക്ക് ചെയ്തിട്ട് നിങ്ങൾ കസ്റ്റമർക്ക് ഫുഡ് കൊടുക്കാതെ പോയി കഴിഞ്ഞാലും അതൊരു ക്യാൻസലേഷൻ ആവും. അങ്ങനെയുള്ള ക്യാൻസലേഷൻസിന് കമ്പനി പെനാൽറ്റി ഉണ്ടാവും. പെനാൽറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഓർഡർ എത്രയാണോ വാല്യൂ, ആ വാല്യൂ ആണ് നിങ്ങൾക്ക് ക്യാൻസലേഷന് ഫീ ആയിട്ട് വരാൻ, അതായത് പെനാൽറ്റി ആയിട്ട് വരാൻ, ഫൈനായിട്ട് വരാൻ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് MD&D. ഇത് നിങ്ങൾ MD&D എന്ന് പറഞ്ഞാൽ മാർക്ക് ഡെലിവേർഡ് നോട്ട് ഡെലിവേർഡ്. ആപ്ലിക്കേഷനിൽ ഡെലിവറി മാർക്ക് ചെയ്യുക, കസ്റ്റമർക്ക് ഫുഡ് കൊടുക്കാതിരിക്കുക. ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ നിങ്ങൾ കമ്പനിയിൽ നിന്ന് അത് ചെയ്ത് കഴിഞ്ഞാൽ സ്പോട്ട് ടെർമിനേഷൻ ആയിരിക്കും. അത് നിങ്ങൾ ചെയ്യാതിരിക്കുക. അതല്ലാതെ ഡിലേസ് അങ്ങനെയുള്ള ഇഷ്യൂസ് കാരണം ഉണ്ടാവുന്നത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഡിലേ ഒക്കെ ആക്കുമ്പോഴും നിങ്ങൾ ടെർമിനേഷൻ ആവാം. അതുപോലെ തന്നെ നിങ്ങൾ ഓർഡർ കൗണ്ട് കുറയാൻ കാരണമാവും, നിങ്ങൾക്ക് ഫൈന് വരാനും കാരണമാവും. അത് നിങ്ങൾ വ്യക്തമായും മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം പറയാനുള്ളത് നമ്മളുടെ പേ ഔട്ട്സിനെ കുറിച്ചാണ്. എല്ലാ വ്യാഴാഴ്ചയാണ് പേ ഔട്ട്സ് വരുന്നത്. അത് ഒരു സൈക്കിളാണ്. സൈക്കിൾ എന്ന് ഉദ്ദേശിക്കുന്നത് തിങ്കൾ മുതൽ ഞായർ വരെയുള്ള എത്ര ഓർഡേഴ്സാണോ അതിൻ്റെതാണ് നിങ്ങൾക്ക് അടുത്ത വരുന്ന വ്യാഴാഴ്ച നിങ്ങൾക്ക് പേയ്മെൻറ്റ് ലഭിക്കുക. ന്യൂ ജോയിനീസിന് അവർ ഈ ഒരു തിങ്കൾ മുതൽ ഞായർ വരെയുള്ള സമയത്ത് 50 ഓർഡർ ഫസ്റ്റ് 50 ഓർഡർ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ഈ വരുന്ന വ്യാഴാഴ്ച കിട്ടത്തുള്ളൂ. അതല്ല എന്നാണെങ്കിൽ നെക്സ്റ്റ് തേഴ്സ്ഡേ നിങ്ങൾക്കത് കിട്ടും. അപ്പോൾ നെക്സ്റ്റ് തേഴ്സ്ഡേ നിങ്ങൾ പൈസ എവിടെയും പോകുന്നില്ല. അല്ലെങ്കിൽ 50 ഓർഡർ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഓർഡർ കിട്ടുക, പേ ഔട്ട് കിട്ടുക. ഇത് മനസ്സിലാക്കുക. കുറച്ച് തെറ്റുകൾ പറ്റിയിട്ട് ഞാൻ പറഞ്ഞതിലെങ്കിൽ ക്ഷമിക്കാം. ഓക്കെ.